ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ചാൽ നമ്മുടെ തലയിലെ ഡാൻഡ്രഫ്, തലയിലുണ്ടാവുന്ന കുരുക്കൾ, ഇച്ചിങ്, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒരാഴ്ച കൊണ്ട് നമുക്ക് അത് മാറ്റിയെടുക്കാം. ആഴ്ചയിൽ 3 ദിവസം നമ്മൾ ഇത് ചെയ്താൽ മതി. നമുക്ക് അതിന്റെ റിസൾട്ട് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയാ പാക്ക്, അതായത് തലയിലിടുന്ന പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നീം ആവശ്യമാണ്. നീം എന്ന് പറയുമ്പോൾ നമ്മളുടെ ആര്യവേപ്പിൻ്റെ ഇലയാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് തുളസീൻ്റെ ഇലയാണ്. തുളസീൻ്റെ ഇല കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പനിക്കൂർക്കലാണ് ആവശ്യം. അപ്പോൾ ഈ ഒരു 3 സാധനങ്ങൾ നമ്മൾ ഈക്വൽ എമൗണ്ട് ആയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മളൊരു മിക്സീൻ്റെ ജാർ എടുക്കുക. അതിനുശേഷം കുറച്ച് കഞ്ഞിവെള്ളം വേണം. കഞ്ഞിവെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇത് 3ഉം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമുക്ക് ഈ ഒരു പാക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കിപ്പോ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ കേടാണെങ്കിൽ കേട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാ നോർമൽ വാട്ടർ ആണെങ്കിൽ നോർമൽ വാട്ടർ ഉപയോഗിക്കാം. കഞ്ഞിവെള്ളം അതുപോലെ കേട് എന്ന് പറഞ്ഞാൽ നമുക്ക് സിവിയർ ആയിട്ടുള്ള ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഇതിൽ കേട് യൂസ് ചെയ്യാം. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തലയിൽ തേക്കണ്ടേന്നുള്ളത് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് നമ്മുടെ തലയിൽ മുടിയൊക്കെ ഒന്ന് മുടി ആദ്യം തന്നെ ചിക്കറുത്തിട്ട് മുടിയിലുള്ള കെട്ടൊക്കെ കളഞ്ഞ്, അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ തേൻ ചീർപ്പ് വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് എന്താ പറയാ ഇങ്ങനെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. ഓരോരോരോ സ്കാൽപ്പിൽ ഓരോരോ ലെയർ എടുത്തിട്ട്. അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ തലയിലേക്ക് ഓയിലിംഗ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, തലയൊക്കെ പേൻചീർപ്പ് വെച്ചിട്ട് ഓരോ ലെയർ എടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഓരോരോ ലെയറായിട്ട് സ്കാൽപ്പിൽ റബ്ബ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ ലെയറുകളായിട്ട് എടുത്തിട്ട് അവിടെയൊക്കെ സ്കാൽപ്പിലേക്ക് എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് മസാജിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. പെട്ടെന്ന് തന്നെ മുടി വളരാനും ചാൻസ് ഉണ്ടാവും. മുടിക്ക് തിക്നെസ്സും ഉണ്ടാവും. ബേബി ഹെയർസൊക്കെ പെട്ടെന്ന് വളരും. ഈ ഒരു പാക്കിൽ നീമുണ്ട്, തുളസിയുണ്ട്, പനിക്കൂർക്കലുണ്ട്. ഇത് 3എന്ന് പറയുന്നത് വളരെ വളരെ നല്ലൊരു സംഭവമാണ് നമ്മളുടെ മുടിക്കും സ്കാൽപ്പിനും. നീമെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ്. അതായത് നമ്മളെ സ്കാൽപ്പിൽ ചെറിയ ചെറിയ കുരുക്കളുണ്ടെങ്കിൽ, ഇച്ചിങ് ഉണ്ടെങ്കിൽ, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. ഒറ്റൊരു യൂസിൽ തന്നെ നമുക്ക് നമ്മളുടെ തലയിലെ ചൊറിച്ചിലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന തുളസി പിന്നെ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. തുളസി എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ തലയിലുള്ള മുടി വളർച്ചയ്ക്കും അതുപോലെ പേന്, ഈരി ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ്. ഇതിൽ ചേർത്തിട്ടുള്ള പനിക്കൂർക്കൽ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ നമ്മൾ ജനിച്ച് കുളിപ്പിക്കാനൊക്കെ തുടങ്ങുന്നത് മുതലേ നമ്മൾ തേക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അതായത് പനി, അതുപോലെ തന്നെ ജലദോഷം, കഫക്കെട്ട്, അതുപോലെ തന്നെ തലയിൽ നീരിറക്കമുള്ള സമയത്ത് ഒക്കെ നമുക്ക് ഈ ഒരു സാധനം നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. ചെറിയ മക്കൾക്ക് ഇത് നമ്മൾ അരച്ചിട്ട്
എന്ത് ചെയ്യുക, നമ്മൾ എണ്ണയിൽ ചേർക്കുക. എന്നിട്ട് ചെറിയ ചൂടിലത് ഇങ്ങനെ എന്താ പറയുക, അതിനകത്തിട്ട് ഇങ്ങനെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഇതാക്കിയെടുക്കുക. എന്നിട്ട് നീരിറക്കം വരുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു എണ്ണ മാത്രം യൂസ് ചെയ്താൽ മതി. അവരുടെ മുടി വളരാനാണെങ്കിലും അതുപോലെ തന്നെ കഫൊക്കെ ഇട്ട് നീരിറക്കം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ അലർജി ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പനിക്കൂർക്കൽ ഒഴിക്കാത്തൊരു സംഭവമാണ്. ഞാൻ ഏതൊരു പാക്കിലാണെങ്കിലും പനിക്കൂർക്കൽ യൂസ് ചെയ്യും. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അലർജി കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റായിരിക്കും. മുടി വളരാനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് നീരിറക്കം ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, പനിക്കൂർക്കലൊക്കെ ഇട്ട എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ, തലയിൽ തേക്കാനാണെങ്കിലും. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പിന്നെ ഒരിക്കലും ഇടാം. അപ്പോൾ ഇതാ ഞാൻ തലയിൽ പാക്കൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഇത് തലയിൽ വെക്കണം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ വേണേൽ വാഷ് ചെയ്യാം, അല്ലാതെയും വാഷ് ചെയ്യാം കേട്ടോ. അതായത് നിങ്ങൾക്കിനിയിപ്പം ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാഷ് ചെയ്ത് കളയാം. ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ മുടി കുറച്ച് ഫ്രിസി ആയതുകൊണ്ട് തന്നെ എണ്ണ കുറച്ച് നിന്നോട്ടെ വിചാരിച്ചിട്ടും, പിന്നെ എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്, ഈ പനിക്കൂർക്കലും തുളസിയൊക്കെ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന വോയിസ് വരാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മൈക്കില്ലാതെയാണ് സംസാരിച്ചത്. അതുകൊണ്ട് മര്യാദയ്ക്ക് വോയിസ് വരില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. ഞാനിത് 20 മിനിറ്റ് വെച്ചു. അതിനുശേഷം കഴുകിക്കളഞ്ഞു. നോർമൽ വാട്ടറിലാണ് കഴുകിക്കളഞ്ഞത്. ആ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്തതാണ്. അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ കഴുകിക്കളയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ആഴ്ചയിൽ 3 തവണയായിട്ട് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ആഴ്ചയിൽ 1 തവണയായിട്ടും യൂസ് ചെയ്യാം. 3 തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ ഡാൻഡ്രഫൊക്കെ ഇല്ലാതാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.